അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ. ആ ദിവസം അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്നും നമുക്കറിയാം. ആ ദിവസം അള്ളാഹു നമ്മോട് സംസാരിക്കണം, നമ്മുടെ മേൽ കരുണയോടെ നോക്കണം, നമ്മുടെ പാപങ്ങൾ പുറത്തു തരണം എന്നതാണ് ഏതൊരു വിശ്വാസിയും ആഗ്രഹിക്കുന്നത്. എന്നാൽ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, അന്ന് അള്ളാഹു നമ്മോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ നേരെ കരുണയുടെ ഒരു നോട്ടം പോലും ഉണ്ടാകില്ലെന്ന് പറഞ്ഞാൽ, നമ്മുടെ പാപങ്ങൾ പുറത്തു തരില്ല എന്ന് പറഞ്ഞാൽ, അതിലുപരി വേദനയേറിയ ശിക്ഷയുണ്ട് എന്നാണെങ്കിൽ ഇത്രമാത്രം വിഷമകരമായ ഒരവസ്ഥയാണിത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ഒരവസ്ഥ വരുന്ന 3 വിഭാഗത്തെപ്പറ്റി പരിചയപ്പെടുത്തിരിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. 3 വിഭാഗം ആളുകളുണ്ട്. ഖിയാമത്ത് നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല, അവരിലേക്ക് കരുണയോടെ നോക്കുകയില്ല, അവരെ സംസ്കരിക്കുകയില്ല, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ഈ വാക്കുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബൂദർ ഗിഫാരി റളിയല്ലാഹു നബിയോട് ചോദിച്ചു, നബിയെ, അവർ നശിച്ചു പോയവരല്ലേ? ഖാബു വ ഖസിറു 3 തവണയാണ് ആവർത്തിച്ചത്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം ബോധ്യപ്പെടുത്തിയപ്പോൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു ഭേജാറാവുകയാണ്, ഭയപ്പെടുകയാണ്. കാരണം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. എന്നാൽ ആ കരുണ തന്നെ ലഭിക്കാത്ത ഒരു വിഭാഗത്തെ പറ്റിയാണ് പ്രവാചകൻ തിരുമേനി പരിചയപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, അത്തരമൊരവസ്ഥ ഒരു മനുഷ്യനൊരു വിശ്വാസിക്കുണ്ടാവുക എന്ന് പറഞ്ഞാൽ എത്ര വേദനാജനകമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ 3 വിഭാഗത്തെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു വിഭാഗം പ്രിയപ്പെട്ടത് അൽ മുസ്ബിലാണ്, അഹങ്കാരത്തോട് വസ്ത്രം കണങ്കാലിന് താഴെ വലിച്ചഴിച്ച് നടക്കുന്നവൻ. നമ്മുടെ സമൂഹത്തിൽ വലിയൊരു ശതമാനം ആളുകൾ ശ്രദ്ധിക്കാത്ത ഒരു വലിയ ഗൗരവപ്പെട്ട വിഷയമാണിത്. നമസ്കരിക്കാൻ സൊഫിൽ നിൽക്കുന്ന സഹോദരങ്ങൾ പോലും അവരുടെ തുണിയോ പാൻറ്റോ നെരിയാണിയുടെ താഴെയാണ് കാണാൻ സാധിക്കുന്നത്. ചില ആളുകളത് നമസ്കാരത്തിൽ പ്രിയപ്പെട്ടവരെ ഉസ്താദന്മാർ ഉണർത്താറുണ്ട്, പ്രത്യേകിച്ച് ജനാസ സംസ്കാരത്തിലൊക്കെ. എന്നാൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും സ്നേഹവും അവൻ്റെ തിരുനോട്ടവും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാ സമയത്തും, നമസ്കാര സമയത്ത് മാത്രമല്ല, തൻ്റെ ഡ്രസ്സ് നെരിയാണിയുടെ താഴെ ഇറങ്ങിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. സഹോദരങ്ങളെ, ഇവിടെ മാറേണ്ടത് മനോഭാവമാണ്. നാം ഓരോരുത്തരും കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയവരാണ്. നാം സ്വയം മാറ്റത്തിനൊരുക്കമാകണം. നമുക്ക് ഉപദേശം എങ്കിലേ ഫലപ്രദമാവുകയുള്ളൂ. എന്നാൽ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ പൂർവികർ എത്ര ഗൗരവത്തോടെയാണ് ഇതൊക്കെ കണ്ടത്. കുത്തിയേറ്റ് മരണത്തോട് മല്ലിട്ട് കഴിയുന്ന ഖലീഫ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ ഒരു അനുചരൻ ഡ്രസ്സ് നെരിയാണിയുടെ താഴെയായി തന്നെ കാണാൻ വന്നപ്പോൾ തൻ്റെ അവസ്ഥ മറന്നുകൊണ്ട് ആ സഹോദരനെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഇബാദത്തുകളെല്ലാം സ്വീകരിക്കാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടവും സ്നേഹവും സമ്പാദിക്കാൻ ഇത്തരം വിഷയങ്ങളിൽ വളരെ ഗൗരവം കാണിക്കണമെന്ന് സ്നേഹത്തോടെ ഉണർത്തുകയാണ്. 2ാമത്തെ വിഭാഗം പ്രിയപ്പെട്ടവരെ അൽ മന്നാനാണ്. അതായത് ഉപകാരം ചെയ്തിട്ട് പിന്നീട് അത് പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവൻ. ചില ആളുകൾ സഹായം വളരെ സന്തോഷത്തോടെ ചെയ്യും, എന്നാൽ പിന്നീട് അവസരം കിട്ടുമ്പോഴെല്ലാം, പ്രിയപ്പെട്ടവരെ, ഞാനല്ലേ നിന്നെ സഹായിച്ചത്, ഞാനില്ലായിരുന്നെങ്കിൽ നീ ഇവിടെ എത്തുമായിരുന്നു, ഈ രൂപത്തിൽ കൊടുത്തവനെ വേദനിപ്പിക്കുന്ന സംസാരങ്ങൾ നടത്തുന്ന പ്രവണത ധാരാളമുണ്ട്. സഹോദരങ്ങളൊരു വിശ്വാസി താൻ ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ടോ കൊടുത്തവനെ ഉപദ്രവിച്ചുകൊണ്ടോ പാഴാക്കി കളയല്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് ബോധ്യപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സ്വദഖാതികും ബിൽ മന്നി വല്ലദ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു നന്മ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ വജഹാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. നാളെ പരലോകത്ത് ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ എൻ്റെ റബ്ബ് എന്നെ സഹായിക്കണം. ഞാനൊരാളെ സഹായിച്ചാൽ ആ ഒരു അള്ളാഹുവിൻ്റെ അരികിൽ എനിക്ക് ആ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഇത്തരം നന്മകൾ ചെയ്യാൻ നമുക്ക് പ്രചോദനമാകേണ്ടത്. 3ാമത്തെ വിഭാഗത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് തൻ്റെ കച്ചവട സാധനങ്ങൾ ഇല്ലാത്ത ഗുണഗണങ്ങൾ പറഞ്ഞ് വിറ്റഴിക്കുന്ന കച്ചവടക്കാരനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു സാധനം ഒരാൾക്ക് വിൽക്കുകയാണെങ്കിൽ ഉപഭോക്താവിനെ നമുക്കറിയാവുന്നതിൻ്റെ ഗുണഗണങ്ങൾ ബോധ്യപ്പെടുത്തണം. ഇല്ലാത്ത ഗുണഗണങ്ങൾ ബോധ്യപ്പെടുത്തി നമ്മുടെ സാധനം വിറ്റഴിക്കുന്നുവെങ്കിൽ നമ്മുടെ കൈകളിൽ വരുന്നത് ഹലാലായ സ്വത്തല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സ്വത്തിൽ ബറക്കത്തുണ്ടാവുകയില്ല, നമ്മുടെ മക്കൾക്ക് നൽകുന്ന ഭക്ഷണം ഹലാലാവുകയില്ല. പ്രിയപ്പെട്ടവരെ, കച്ചവടത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാരണവശാലും ഉപഭോക്താവിനെ വഞ്ചിക്കുന്ന തരത്തിൽ കച്ചവടമാകാൻ പാടില്ല. അമ്പിയാക്കളുടെ ദറജയിലേക്ക് ഉയരാൻ അർഹതയുള്ള ആളുകളെ പരിചയപ്പെടുത്തിയെടുത്ത് റസൂലുള്ളാഹി പറഞ്ഞു, താജിറുൻ അമീൻ, സത്യസന്ധനായ കച്ചവടക്കാരൻ എന്നാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി മുന്നറിയിപ്പ് നൽകിയ ഈ 3 വിഭാഗത്തിനും നമ്മൾ പെടാൻ പാടില്ല. നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ദാനധർമ്മം ചെയ്യുമ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ കൈകളിൽ വരുന്ന ഒരു ഫിൽസും ഹലാലാത്താകാതിരിക്കാൻ, ഹലാലിയാകാവൂ എന്ന തിരിച്ചറിവും കണിശതയും നമ്മളിലുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് അവൻ്റെ അനുഗ്രഹവും അവൻ്റെ തിരുനോട്ടം ലഭിക്കുന്ന അനുഗ്രഹീതരിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി
എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. Peace Radio. Tune to reality.